ബി ജെ പിക്ക് സ്നേഹം കുറഞ്ഞോ? ഈസ്റ്റർ കാലത്തെ ക്രൈസ്തവ ഭവന സന്ദർശനവും സ്നേഹയാത്രയും ഇത്തവണയില്ല. എന്തോരം നാൾ അഭിനയിക്കും? അഭിനയിച്ച് മടുക്കിയല്ലോ, എല്ലാവരും കളിയാക്കിയത്. നാടകം അഭിനയിക്കുന്നവർക്ക് നല്ല വശാ. സുരേഷ് ഗോപി കാണിച്ചുകൊണ്ട് നടക്കുന്ന വേലത്തരങ്ങൾ കണ്ടില്ലേ? പള്ളിയിലേക്ക് ഓടി ചെല്ലുന്നു, അവിടെ അതൊന്ന് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്തെല്ലാം വേലകളാണ് കാണിക്കുന്നു. മനുഷ്യനെ ഇല്ല, പാവങ്ങൾക്ക് ചില കഞ്ഞി വെക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുവോ, അരി മേടിക്കാനുള്ള സംവിധാനം ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യട്ടെ. വേറെ എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്ര മനുഷ്യർ നമ്മുടെ നാട്ടിലും കേരളത്തിലുണ്ട്. അവരെ പറ്റി ഇതിനകത്തൊന്നും പറയുകയില്ല. സുരേഷ് ഗോപി കുനിഞ്ചോ, അവൻ ഇരുന്നോ, അവൻ പള്ളിയിലേക്ക് വന്നോ, അവിടെ കുരുത്തോല പിടിച്ചോ, അല്ലെ പള്ളിയിൽ ഇത് പൊന്നു കൊടുത്തോ, ഇത് വലിയ വാർത്തയാണ്. ഈ നാടകമൊക്കെ പൊളിയുന്നുള്ളത് ഉറപ്പല്ലേ? ഇതിലും വലിയ നാടകങ്ങൾ പൊളിഞ്ഞേക്കുന്നു. തൽക്കാലം ജയിക്കും, തൽക്കാലം വിജയിക്കും. നാടകമൊക്കെ തൽക്കാലം വിജയിക്കും. അത് ലോകത്തോ അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് താൽക്കാലിക വിജയത്തിന് അത് വിജയിച്ചോട്ടെ. ഇനിയും വരുമല്ലോ തെരഞ്ഞെടുപ്പ്, അപ്പോഴും ഓടി വരും. അപ്പോൾ വേറെ ഐഡിയാസ് കൊണ്ടുവരും. അപ്പോൾ അത് ഐഡിയയ്ക്കാണ് കുഴപ്പമിരിക്കുന്നത്. മണ്ടന്മാരായ ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ ആർക്കും കഴിയും എന്നുള്ള അവസ്ഥ. അവിടെ UDF എന്നോ LDF എന്നോ BJP എന്നോ ഒന്നുമില്ല. പിന്നെ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനികൾ, പൊട്ടന്മാർ, മണ്ടന്മാർ. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. എന്ത് ചെയ്യാനാ? അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മൾ കർണന്മാരായിട്ട് അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വീഴും. ഇപ്പം ശരിയാക്കി തരാം. ഒരു സിനിമയിലുണ്ടല്ലോ, ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം. അതൊരു രാഷ്ട്രീയ പാർട്ടി എടുത്ത് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി അത് മറ്റേ ഒരു പരസ്യമായിട്ട് എടുത്തായിരുന്നു. അതെല്ലാം ശരിയാക്കി. ഇപ്പം ഞങ്ങൾ വരും, എല്ലാം ശരിയാവും. ശരിയായോ? ഇതാണ് കളി. ഈ നാടകം ഇതിനകത്ത് പെട്ടുപോകും. പിന്നെ എന്താ പറയണേ, നടക്കട്ടെ. എന്നാലും രാഷ്ട്രീയ പരമായ സന്ദേശങ്ങളോ രാഷ്ട്രീയ അതിപ്രസരമുള്ള പോസ്റ്റുകളോ ഇടാതിരിക്കുന്നതാണ് നല്ലത്, എനിക്ക് തോന്നുന്നു. കാരണം അത് മലീമസമാവുക മാത്രമല്ല, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഓരോ പാർട്ടിയിലും എല്ലാവരും ഉണ്ട്. അപ്പം അത് പറയാൻ പാടില്ലാത്ത വാക്കുകളും പദങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ നേതാവിനെ പറ്റി മോശം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെടുമോ? മറ്റൊരാളുടെ നേതാവിനെ പറ്റി മോശം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പരസ്പരം പഴിചാരി ചീത്ത വിളിച്ച് അസഭ്യം വാക്കുകൾ ചെയ്യുന്ന ഒരു സംവിധാനമായി മാറാൻ പാടില്ല. അത് നമ്മൾ ഏകീകൃത കുർബാനയായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യത്തിൽ അങ്ങനെ പോവുക. കൂടുതൽ രാഷ്ട്രീയ പോസ്റ്റുകൾ വരാതിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കും എന്ന് വിചാരിച്ചും കൊണ്ട് ഏറെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ ഈ ഈസ്റ്റർ ദിനം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സഹോദരിമാരാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി സ്വസ്ഥമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ കർത്താവ് നമ്മളെ കാത്തരുളും തീർച്ചയായിട്ടും. താങ്ക് യു.